നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എല്ലാം ഇവര് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇക്കോണമി അവർ ചെയ്യുന്നത്, അവർ ഇക്കണോമിക് മാനേജ്മെന്റ് 100% ഹോപ്പ്ലെസ് ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ എക്സ്ട്രീം പോവർട്ടിന്ന് അവര് കേന്ദ്ര പദ്ധതികൾ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, ചില പദ്ധതികൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പകുതി അതിന്റെ റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി, അതിന്റെ ഓവർസൈറ്റ്. അങ്ങനെ ഞാൻ എന്റെ നാട്ടിനെ കുറിച്ച് എല്ലാം തെറ്റാണെന്നോ എല്ലാം ഇവിടെ നടക്കുന്നത് കൃത്യമായി ഫോൾസ് ആണെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇവര് വാഗ്ദാനം കൊടുത്തത് എന്താണ് ഇലക്ഷൻ സമയത്ത്, എല്ലാം ശരിയാകും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, 2 ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം, സാധാരണക്കാരനെ ബാധിക്കുന്നത് വിലക്കയറ്റം, മറ്റ് കുട്ടികൾ ബാധിക്കുന്നത് തൊഴിൽ. ഇത് രണ്ടിലും അവർ 0 ഔട്ട് ഓഫ് 100 ആണ്. 0 ഔട്ട് ഓഫ് 100 അല്ല, 0 ഔട്ട് ഓഫ് 1000 ആണ്. അതിൽ പറയാൻ എനിക്ക് ഒരു മടിയില്ല, 100% കോൺഫിഡൻസ് ഉണ്ട്. ശരി, നമസ്കാരം. അത് നല്ല ചോദ്യം. ഇത് എനിക്ക് പൊളിക്കണം. താങ്ക് യു, ചോദിച്ചില്ല വെറുതെ താങ്ക് യു. നോക്ക്, അല്ല ഈ പ്രചരണത്തിന് പൊളിക്കണം. ഈ കടം വാങ്ങേണ്ടത് എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ആസറ്റ് ഉണ്ടാക്കി ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കടം വാങ്ങുന്നത്. സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങുന്നത് എന്തിനാണ്? അത് ഞാൻ ചോദിക്കുന്നു. 22 ലക്ഷം കോടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് അവർ സൃഷ്ടിച്ചത്? സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങിച്ചു, അവരെ കടം കൂടുതലായി. എവിടെയായിരുന്നു ഇന്ത്യന്റെ ഇക്കോണമി 2014? ദുർബലമായ 5ാമത്തെ ഇക്കോണമി. ഇന്ന് എവിടെയാണ്? ഏറ്റവും കൂടുതൽ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറിയ കൺട്രിയാണ്. കാരണം ആ കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കടം വാങ്ങിച്ചിട്ട് കീശയിലിടല്ല, സഖാവുമാർക്ക് പെൻഷൻ കൊടുക്കാനല്ല. അതാണ് വ്യത്യാസം. അല്ലല്ല, സഖാവുമാർക്ക് പെൻഷൻ, ഞാൻ പെൻഷനല്ല പറഞ്ഞു. അതെ. അപ്പോ അഴിമതി അതിനല്ല, കടം നാടിനെ നന്നാക്കാനും നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കടമാവണം. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, BJP NDA സർക്കാരിലുണ്ടെങ്കിൽ, അത് എവിടെ നോക്കിയാലും, UP-യിലുണ്ടെങ്കിലും എവിടെ നോക്കിയാലും കടമെടുക്കും, നോ ഇഷ്യൂസ്. പക്ഷെ കടം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഡേറ്റാ സെന്റർ ഉണ്ടാക്കുന്നു, ഹൈവേസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം ഒന്ന് പറഞ്ഞു. ഈ 22 ലക്ഷം കോടി ചെലവാക്കി 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത്? ഒന്ന് പറയും. അല്ല, തൊഴിലും വിലക്കയറ്റം ഡിപ്പാർട്ട്മെന്റിൽ അവർ എന്ത് ചെയ്തു പറയൂ. ഒന്നും ചെയ്തിട്ടില്ല. കടമെടുക്കുന്നത് ഒരു തെറ്റൊന്നല്ല. കടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതാണ്, അതാണ് കഴിവ് അല്ലെങ്കിൽ കഴിവില്ലായ്മ. അതാണ് താല്പര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. ഇവരെ കടം വാങ്ങിച്ചിട്ട്, കർണാടകയിലും കടം വാങ്ങുന്നുണ്ടല്ലോ. കടം വാങ്ങിച്ചിട്ട് ആര് കീശയിലാണ് പോകുന്നത്? DK ശിവകുമാറിന്റെ കീശയിലാണ് പോകുന്നത്. അതല്ല കടം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം, ജനങ്ങൾക്ക് തൊഴിൽ കൊണ്ടുവരണം, ജനങ്ങളുടെ വിലക്കയറ്റം പരിഹരിക്കണം. ഇതാണ് കടമെടുത്ത് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു കടമ. ഓക്കെ. ഞാൻ 2 ജനങ്ങളോട് കമന്റ്സിൽ ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന് രാഹുൽ ഗാന്ധി, കാരണം എന്താ പറയുന്നത്, എന്തിനു വേണ്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്റെ മലയാളം, എന്റെ മുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ഭാഷയിൽ സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയട്ടെ. അദ്ദേഹത്തിന്റെ ആലോചന, അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു. അല്ല, ഞാൻ കാണുന്നത് ഒരു സാമാന്യ ബുദ്ധിയോട് ഞാൻ പറയാണ്. 10 കൊല്ലം ഭരിച്ച LDF
എങ്ങനെയാണ് മൂന്നാം തവണ ജനങ്ങൾ അവരെ സർക്കാരിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഒന്ന് ആലോചിക്കും. ഈ ഒരു ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ് 10 കൊല്ലം നാടിനെ നശിപ്പിച്ച LDFന് ആരെങ്കിലും വോട്ട് കൊടുത്തിട്ട് ഭരിക്കാൻ ഒരു അവസരം കൊടുക്കുമോ ഇനി? അല്ല, 10 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യക്കാർ കൊടുത്തിട്ടില്ലല്ലോ. 2004 മുതൽ 14 ജനങ്ങളെ ആണെന്ന് വിചാരിക്കരുത്. ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് ശരിക്കും കോമൺ സെൻസ് അല്ല, സാമാന്യ ബുദ്ധിയോട് നിങ്ങൾ അനലൈസ്. നിങ്ങൾ പൊളിറ്റിക്കൽ എക്സ്പെർട്ട് ആയിരിക്കും, ഞാനല്ല. പക്ഷെ സാമാന്യ ബുദ്ധിയോട് നോക്കിയാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് UDFും കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തും, മറുവശത്ത് BJP NDA 2020 BDJS. ഇത് ജനങ്ങൾ തീരുമാനിക്കും. താങ്ക് യു.